42 വയസ്സിൽ ആദ്യമായിട്ടാട്ടോ. ഹോസ്പിറ്റൽ കേസൊന്നും ഉണ്ടാവാറില്ല. പനി വരും, ഡോക്ടർ കാണും, ഗുളിക കഴിക്കും, വീട്ടിലിരുന്ന് റെസ്റ്റ് ചെയ്യും. 2 ദിവസം കഴിയുമ്പോഴേക്കും പനി മാറുന്ന ആളാണ്. സാധാരണ പ്രസവമായിരുന്നു, അതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഓടി നടന്ന് പണിയെടുക്കുക, റെസ്റ്റ് ഇല്ലാത്ത പണി. ഇപ്പോൾ 42ാമത്തെ വയസ്സിലൊരു ഫിക്സ് പോലെ വന്നതാണ്. കൈ സ്റ്റക്കായി, ബോധമില്ലാതെ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. CT സ്കാൻ എടുത്തപ്പോൾ തലയിലൊരു മുഴ, അതിന് ചുറ്റും നീര്. അത് തലയിൽ അടിക്കുമ്പോഴാണ് അത്ര നമുക്ക് സ്ട്രോക്ക്. തലച്ചോറ് അടിച്ചപ്പോൾ കൈ സ്റ്റക്കായി സ്ട്രോക്ക് പോലെ വന്നു. ഫാനിലിട്ട് കൈയൊക്കെ ആകെ നീരായി. ഇവിടെ 2 വെട്ട് കുത്തി ഇതുമ്പോൾ കുത്തിയിട്ടോ. സൂചി കണ്ടാൽ പേടിയുള്ള ആളാണ്. ആൾക്കാരെ കുത്തണ കാണുമ്പോൾ കണ്ണടച്ച് നിൽക്കണ ആളാണ്. ഇപ്പം അനുഭവിക്കന്നെ. എൻ്റെ ദേഹം കുത്തുമ്പോൾ ഞാൻ എന്താ വിചാരിക്കണേ? കൃഷ്ണനെ വിചാരിക്കും, അമ്മേനെ അച്ഛനും വിചാരിക്കും. ദേഹം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുത്താൻ. നല്ല വേദനയാണ്. മരുന്ന് ഇത് 2 എണ്ണം വെച്ച് 3 നേരം കയറ്റണം. അപ്പോൾ ഇത് ഒരു കുത്തിയിട്ടുണ്ടെങ്കിൽ ആ രക്തം ഇങ്ങോട്ട് വരണം, എന്നാലാണ് അവർ എടുക്കുള്ളൂ. ഇന്നലെ 2 എണ്ണം കുത്തിയപ്പോൾ ഒരെണ്ണം കിട്ടിയില്ല. അതുപോലെ ഇതിൽ നമുക്ക് മൊത്തം 6, ഇതിൽ 2 എണ്ണം കൂടി 8 കുത്തിയിട്ടോ. ഇത് ഒരെണ്ണം 2 ദിവസം ഇട്ടുണ്ടെങ്കിൽ പഴുക്കും. അപ്പം മരുന്ന് സ്റ്റക്കായിട്ട് കയറില്ല. നല്ല വേദനയാണ്. അത് നമ്മൾ ഊരിയിട്ട് വേറെ കാനിൽ കിട്ടണം. അപ്പോൾ നമുക്കതിൽ പോകുമ്പോൾ മരുന്ന് കയറുമ്പോൾ വേദന ഉണ്ടാവില്ല. ഒരു 2 ദിവസത്തേക്ക് പിടിച്ച് നിൽക്കാം. അത് കഴിഞ്ഞ് വീണ്ടും കുത്തും. അയ്യോ, ഭയങ്കര വേദന, എളുപ്പമല്ല, കടച്ചിൽ. പക്ഷേ ആ കുത്തി കഴിയുമ്പോൾ മരുന്ന് കയറുമ്പോൾ ആ കുത്തണൻ്റെ വേദന ഉണ്ടാവുള്ളൂ. നീര് വരുമ്പോൾ മാറണുള്ളൂ. അറിയണ്ടായിരുന്നു, കുറേ സഹിച്ചു. എളുപ്പമല്ല. ഇതിന്നൊക്കെ 8 കുത്ത്, മൊത്തം ഇപ്പോൾ 6. ഇതിന് നീര് പോയിട്ടില്ല. സിദ്ധാർത്ഥൻ, ഷാജി 62 വയസ്സ്, മാധവൻ, ഷിജു 45 വയസ്സ്, ഷാരോൺ, ജോസ്, മണികണ്ഠൻ 51 വയസ്സ്. കൂടുതലുള്ളത് അതിനുശേഷത്തിലേക്ക് വരുന്നതാണ്. ബെഡ് നമ്പർ 11, മണികണ്ഠൻ 51 വയസ്സ്, ജോസ്, ഷാരോൺ, ഷിജു, മാധവൻ, ഷാജി, സിദ്ധാർത്ഥൻ. കൂടെയുള്ളത് അതിനുശേഷത്തിലേക്ക് വരുന്നതാണ്. സർജറി പറഞ്ഞിട്ടുണ്ട്. ബ്ലഡ് കൗണ്ട് കുറവാണ്. 10 വേണം ബ്ലഡ് കൗണ്ട്. അപ്പോഴേക്ക് ഇപ്പോൾ 8 അയൻഗുളിക കഴിക്കുന്നുണ്ട്. 9 ആയിട്ട് നിൽക്കുന്നു. സർജറി ചെയ്ത് നീക്കം ചെയ്യണം എന്നാണ് പറയണത്. ഡേറ്റ് വന്നിട്ടില്ല. 6 പേരുടെ ബ്ലഡ് വേണം, A പോസിറ്റീവ്. പിന്നെ എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആവണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുടി പോകും. സർജറി ചെയ്യുമ്പോൾ അനസ്തേഷ്യ തരും. അതിന് പേടിച്ചിരിക്കുകയാണ്. അതെങ്ങനെ ഇരിക്കുന്നത്, ഇഞ്ചക്ഷൻ പേടിയുള്ളതാണ്. ഒക്കെ ഫേസ് ചെയ്യണം. തീരെ പ്രതീക്ഷിക്കാത്ത അവസ്ഥ. ഒരു 84 വയസ്സാകുമ്പോൾ ഹൃദയാഘാതം വെച്ച് മരിക്കുമായിരിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഇങ്ങനെ വേദന ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അശ്വര, എന്താ ചെയ്യുക? അനുഭവിക്കന്നെ, വേറെ രക്ഷയില്ല. വേദന തിന്നേണ്ട ഗതികേട് ആർക്കും ഇല്ല. ശരീരത്തിൽ വേദന എളുപ്പമല്ല കേട്ടോ. മനസ്സിന് വേദന എളുപ്പമല്ല. പക്ഷേ മനസ്സിൽ വേദന വന്നാൽ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ വേറെ അല്ലേ.
എന്തെങ്കിലും ചിന്തിക്കായിരിക്കും, വേറെ കാര്യത്തിലേക്ക് പോകാം മനസ്സ്. പക്ഷെ ഇതങ്ങനെ പറ്റുന്നില്ല. നമ്മുടെ മരുന്ന് നീര് വരുമ്പോൾ ഇനി വേറെ കണ്ട് മാറ്റി കൊടുക്കും. ഓക്കെ.